ഹലോ ഗൈസ്, നന്ദാണ്. അപ്പോൾ വാഴ 2 റിലീസായിരുന്നു. അപ്പോൾ റിലീസിൻ്റെ അന്ന് തന്നെ പോയി കാണുമെന്ന് ഞങ്ങൾ 2-3 ദിവസമായിട്ട് ഇങ്ങനെ ഗ്രൂപ്പിലും കാര്യങ്ങളൊക്കെ ചർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കിയില്ല. 10:30 ഷോക്ക് തന്നെ ബുക്ക് ചെയ്ത് ചെക്കന്മാരൊക്കെ ഒന്ന് ഫ്രീ ആയിട്ട് വേണം ഇന്ന് കാണാമെന്നുള്ള രീതിയിലാണ് 10:30 ബുക്ക് ചെയ്ത്. തീർച്ചയായും കുറച്ച് ലേറ്റ് ആയിട്ട് വന്നെങ്കിലും പടം തുടങ്ങുന്നതിന് മുന്നേ തന്നെ അവ എത്തിയെന്ന് കേട്ടോ. അങ്ങനെ തിയേറ്ററിനുള്ളിൽ കയറിയപ്പോൾ ഹൗസ്ഫുൾ ഷോ ആയിരുന്നു. പ്രത്യേകിച്ചൊന്നും പറയാനില്ല. 10:30 ഷോ ആകുമ്പോൾ സെക്കൻഡ് ഷോ ആകുമ്പോൾ അത്യാവശ്യം ചെക്കന്മാർ കയറുമെന്ന് ഉറപ്പായിരുന്നു. എന്നിരുന്നാലും നല്ല സീറ്റിംഗ് അറേഞ്ച്മെന്റ് നമുക്ക് കിട്ടി, സെൻറ്ററിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സെക്കൻഡ് ഷോയുടെ പ്രത്യേകതയാലോ നല്ല പൂക്കിറപ്പും എൻജോയ് ചെയ്തിട്ട് റിലാക്സ് ആയിട്ട് ഇരുന്ന് കാണാം. അപ്പോൾ അങ്ങനെ പടം പടമല്ല, 2-3 സീനിലൊക്കെ അവർ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും മെയിൻ റോളായിട്ട് ചെയ്യുന്ന പടമാണ്. അപ്പോൾ എന്തിരുന്നാലും പടം തുടങ്ങി നല്ല രസമായിട്ട് ഇരുന്ന് ഇങ്ങനെ കാണുന്നു. ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയുണ്ടായിരുന്നില്ല, ചിരിച്ച് മണ്ണ് കപ്പി. അങ്ങനെ ഫസ്റ്റ് ഹാഫും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഓരോ കോഫിയും കാര്യങ്ങളും. ഫസ്റ്റ് ഹാഫ് എങ്ങനെ ഉണ്ടായിരുന്നു? എന്താ പറയാ, ഒരു രക്ഷയുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇങ്ങനെ ചോദിച്ചാൽ നിങ്ങൾ കാര്യം പറയാലോ, കുറെ പടത്തിന് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ചോദിക്കണം ആദ്യമായിട്ടാണ് ഫസ്റ്റ് ഹാഫൊക്കെ. പ്രത്യേകിച്ച് ഒന്നും പറയാൻ നിങ്ങളുടെ രക്ഷ. കാരണം ചെക്കന്മാരൊക്കെ പെരും ചീരയും കൂക്കിയാർക്കും. നമ്മൾ റീൽസിന് കാണുമ്പോൾ ഒരു ഇവര് കാട്ടിക്കൂട്ടണം എന്നൊക്കെയുള്ള രീതിയിലേക്ക് നമ്മൾ കാണും. പക്ഷെ ഇവര് മെയിൻ റോളായിട്ട് ചെയ്യുമ്പോൾ മോനെ വേറെ രക്ഷയില്ല. സ്ക്രീൻ സ്പേസ് ഇവർ മാക്സിമം യൂസ് ചെയ്തിരിക്കണം. ഫസ്റ്റ് മൂവി ആയതുകൊണ്ട് തന്നെ സെറ്റ് വൈബായിരുന്നു. എല്ലാവരും തിയേറ്ററിൽ പോയി കാണാൻ നോക്കുക. അങ്ങനെ ഒരു പടം കഴിഞ്ഞ് ഞങ്ങൾ 1.5-2-3 മണിക്കൂറിന് എടുത്തിട്ടുണ്ടായിരുന്നുണ്ട് പടം. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് മസ്റ്റ് വാച്ച്. ചെക്കന്മാർ കൂടാതെ അൽഫോൺസ്, അജു വർഗീസ്, വിജയ് ബാബു, സുധീഷ്, ബിജിക്കുട്ടൻ, പിന്നെ ശങ്കർ എന്ന് പറഞ്ഞ കുറച്ച് ആക്ടേഴ്സ് ഉണ്ട്. വിപിൻ ദാസിന്റെ പടമാണ്. അപ്പൊ മക്കളെ വാഴ 2 പോയി കണ്ടുട്ടോ. അടിപൊളി സെറ്റ് മൂവി. എന്ത് നല്ല പാടേ ഒന്നും പറയാനില്ല. സെക്കൻഡ് ഹാഫ് ഇമോഷണൽ, ഫസ്റ്റ് ഹാഫ് കോമഡി. അടിപൊളി പടം, മസ്റ്റ് വാച്ച്. എന്താ പറയാ, ആശ്ര ടീമിന് പ്രത്യേകിച്ച് പറയാലോ, അടിപൊളി. പിന്നെ അല്ലമിനും ടീമും സെറ്റ്. പിന്നെ ഇൻസ്റ്റഗ്രാമിൽ കളിക്കുന്ന കുറച്ച് ടീമുണ്ട്, പല പേര് കറക്റ്റ് അറിയില്ല, പക്ഷെ ഓരോ അടിപൊളി. കുറേ പുതുമുഖങ്ങളുണ്ട്. അടിപൊളി, മസ്റ്റ് വാച്ചാണ്. പോയി കാണുക, പൊളിക്കുക. പിന്നെ ഫസ്റ്റ് ഹാഫ് പറഞ്ഞല്ലോ ചിരിച്ച് എടുക്കാണ്ട് കുറച്ച് ഭാഗങ്ങളുണ്ട്. സെക്കൻഡ് ഹാഫ് നേരെ മറിച്ച് ഇമോഷണലാണ്. പിന്നെ ഫാമിലി മൂവിയാണ്, ഫ്രണ്ട്സാണ്, ലവ് ഉണ്ട്, പ്രണയമുണ്ട്, ഇഷ്കുണ്ട്, കാതൽ ഒക്കെ തന്നെയാണ്, ഒക്കെ ഉണ്ട്. പിന്നെ എന്താ പറയാ, പിന്നെ പ്രത്യേകിച്ച് പറയണ്ട, ഫസ്റ്റ് മൂവിയാണെന്ന് ഇപ്പം പറയിക്കില്ല. നല്ല അഭിനയം എന്ന് പറഞ്ഞാൽ നല്ല അഭിനയം. അപ്പോൾ എല്ലാവരും പോയിട്ട് മസ്റ്റ് ആയിട്ട് കാണാം. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ ബൈ.